ദൈവത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കുന്നു. വിഗ്രഹങ്ങൾ പൂജിക്കപ്പെടുമ്പോൾ ഏകദൈവത്തിന്റെ അനന്യതയിലേക്ക് വിരൽ ചൂണ്ടി വിഗ്രഹധ്വംസനത്തിനായി വാദിക്കുന്ന യൂദായുടെ വിശുദ്ധനായ രാജാവ് ഹെസക്കിയ അപ്പുറത്ത് കാലാതീതമായി ഉയർന്നു നിൽക്കേണ്ട വിശുദ്ധ പ്രതീകത്തിന്റെ അനിവാര്യത അടിയുറപ്പിക്കുന്ന പ്രവാചകൻ യേശയ്യ പഴയ നിയമവും പുതിയ നിയമവും കടന്ന് ആനുകാലികതയിലേക്ക് പദമൂന്നി നിൽക്കുന്ന വിവാദത്തിന്റെ ധർമാധർമ്മങ്ങളിലേക്കുള്ള എത്തിനോട്ടം നെഗുഷ്താൻ. ഒരുത്തനെ പോലും വിടരുത്. ഒരെണ്ണം രക്ഷപ്പെടരുത്. വിഗ്രഹങ്ങൾക്ക് പൂജ അർപ്പിക്കുന്നവൻ ആര് തന്നെയായാലും അവൻ വധിക്കപ്പെടണം. സൈന്യങ്ങളുടെ ദൈവത്തിന്റെ ദേശത്ത് അവൻ തുടരാൻ പാടില്ല. നീയാണിതിന് കാരണക്കാരൻ. ജനങ്ങളെ വഴിതെറ്റിക്കുന്ന നിന്നെ ഞാൻ വെറുതെ വിടില്ല. പ്രഭു, മഹാരാജാവേ, പ്രഭു! നീ ഭയപ്പെട്ടിരിക്കുന്നല്ലോ. എന്താണ് സംഭവിച്ചത്? എനിക്ക് മഹാരാജാവിനെ കാണണം. എന്തു പറ്റി? നീ എന്തേ വിയർത്തിരിക്കുന്നു? പ്രഭു, ക്ഷമിക്കണം. എന്തിന്? നാം എന്തിന് നിന്നോട് ക്ഷമിക്കണം? ഹെസക്കിയ രാജാവിനെ അധികം ഔപചാരികത ഇഷ്ടമല്ല. കാര്യമെന്തെന്ന് തുറന്നു പറയൂ. മഹാരാജാവേ, അങ്ങയുടെ വിശ്വസ്ത സൈനാധിപൻ യോവാബ് ഫിലിസ്ത്യ ദേശത്തിനരികെ ഗാസയുടെ അതിർത്തിയിൽ ബലിപീഠങ്ങൾ തകർത്തെറിഞ്ഞ ജനത്തെ വിഗ്രഹാരാധനയിൽ നിന്ന് പിന്തിരിപ്പിച്ചു വരികയായിരുന്നു. യോവാബ് കാരിരുമ്പിനെ കനൽക്കട്ടയാക്കുന്നവൻ, യഹോവയെ പ്രതി ജ്വലിക്കുന്ന സിംഹക്കുട്ടി, വിശ്വസ്ത സൈനാധിപൻ എന്നതിലുപരി അവൻ നമ്മുടെ ആത്മമിത്രമാണ്. കേൾക്കട്ടെ അവന്റെ പരാക്രമങ്ങൾ. അടിയനെ ശിക്ഷിക്കരുത്. എന്താണ് നീ പറയാൻ പോകുന്നത്? പ്രഭു, അങ്ങയുടെ വിശ്വസ്ത മിത്രത്തെ ഗാസയിലെ ദുർമന്ത്രവാദി കുത്തിക്കൊലപ്പെടുത്തി. നിനക്കെന്ത് പറ്റി? ഇതെങ്ങനെ വിശ്വസിക്കും? ഇല്ല, അത്യുന്നതനായ യഹോവ ഈ അനർത്ഥം അനുവദിക്കില്ല. ഇത് സത്യമോ? അടിയൻ ഇത് കണ്ടതാണ്. അവിടെ നിന്നാണ് അടിയൻ വന്നത്. പോ, എന്റെ കൺമുൻപിൽ നിന്ന് എവിടേക്കെങ്കിലും പോ. എനിക്കിത് കേൾക്കണ്ട. യഹോവേ, നീ എന്തിനെന്നോട് ഇത് ചെയ്തു? നിന്റെ മഹത്വം മാത്രമേ ഞാൻ അന്വേഷിച്ചിട്ടുള്ളൂ. നിനക്കനിഷ്ടമായതൊന്നും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. എന്നിട്ടും നന്മയ്ക്ക് പകരം തിന്മയാണല്ലോ എനിക്ക് പ്രതിഫലം കിട്ടുന്നത്. എന്റെ ശക്തി ക്ഷയിച്ചു പോകുന്നു. നിവൽ പക്ഷിയെ പോലെ ഞാൻ കരയുന്നു. പ്രാവിനെ പോലെ ഞാൻ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എനിക്കെന്തു പറയാൻ കഴിയും? യഹോവേ, അവിടുന്ന് തന്നെ എന്നോട് സംസാരിക്കണമേ. എന്താണ് അങ്ങൊന്നും ഉരിയാടാത്തത്? ഇസ്രായേലിൽ ദൈവിക വെളിപാടുകൾക്ക് അന്ത്യമായോ? അന്ത്യമായിട്ടില്ല രാജൻ, അന്ത്യമാവുകയുമില്ല.
ആ പ്രവാചകൻ, കർത്താവിന്റെ പ്രവാചകൻ ഏശയ്യ. ഇത് തീർച്ചയായും അത്ഭുതം തന്നെ. ഞാൻ അങ്ങേ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ദൈവം തന്റെ ഭക്തരുടെ ചിത്തമറിഞ്ഞ് പ്രവർത്തിക്കുന്നു. സത്യം, പൂർണ്ണമായും സത്യമാണത്. അതിരിക്കട്ടെ, എന്താണ് നിന്നെ ആകുലനാക്കിയത്? അങ്ങയോട് ഞാൻ എങ്ങനെയാണത് പറയേണ്ടത്? യോവാബ്. ഞാനത് വിചാരിച്ചിരുന്നു. ഞാൻ വന്നത് അതിനു തന്നെ. അവൻ എന്റെ ഭവനത്തിൽ സുഖമായിരിക്കുന്നു. പ്രഭോ, ഞാൻ കേൾക്കുന്നത് ഇതെങ്ങനെ വിശ്വസിക്കും? നീ ഇത് വിശ്വസിക്കണം. ഫിലിസ്ത്യാദേശത്തിനരികെ യഹോവയിലേക്ക് തിരിയാൻ ഞാൻ ജനത്തെ പ്രബോധിപ്പിക്കുകയായിരുന്നു. അപ്പോൾ യോവാബിന്റെ സൈനിക രഥം കണ്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രേരിതനായി ഞാൻ അവന്റെ പിറകെ ചെന്നപ്പോൾ കണ്ടത് ദുരാത്മാവ് ബാധിച്ച ഒരു മന്ത്രവാദി വിഗ്രഹത്തിന് അർപ്പിക്കപ്പെട്ട ബലിപീഠത്തിനരികെ വെച്ച് അവനെ കുത്തുന്നതാണ്. അരുതേ എന്ന് ഞാൻ അലറിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. പക്ഷേ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നവനല്ല യഹോവ. മഹനീയനായവന്റെ കരം അവനെ രക്ഷിച്ചു. ഇത് സത്യമോ? സത്യം തന്നെ. ആകാശവും ഭൂമിയും പോലെ സത്യം. അപ്പോൾ ഞാൻ കേട്ടത്, എന്റെ ഭടന്മാർ പറഞ്ഞത്? അവർ പറഞ്ഞതും സത്യം. ഊരിപ്പിടിച്ച വാളുമായി നിന്ന മന്ത്രവാദിയെ കണ്ട് ഭയപ്പെട്ട് യോവാബ് മരിച്ചെന്ന് കരുതി അവർ ഓടിക്കളഞ്ഞു. മഹോന്നതനായ യഹോവയുടെ നാമം മഹത്വപ്പെടട്ടെ. ദൈവപ്രമാണങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെയുള്ള നിന്റെ ഭരണമാണ് യഥാർത്ഥത്തിൽ യഹോവയുടെ നാമത്തിന് മഹത്വമേറ്റുന്നത്. ദൈവജനത്തെ ശുദ്ധീകരിക്കാൻ നീ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. സെന്നക്കരീബിനെതിരെ നഗരത്തിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന സകല നീർച്ചാലുകളും തടഞ്ഞത് ഏറ്റവും ഉചിതമായി. ദൈവം നിന്റെ കൂടെയുണ്ട്. ഇസ്രായേലിന്റെ സമഗ്ര നവീകരണമാണ് ഞാൻ ലക്ഷ്യമാക്കുന്നത്. ലേവ്യ പുരോഹിതഗണത്തെയും ജെറുസലേം ദേവാലയത്തെയും ശുദ്ധീകരിച്ച് വിശുദ്ധ സ്ഥലത്തു നിന്നും സകല മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദാവീദിന്റെ പ്രതാപപൂർണമായ ഭരണകാലം ഇസ്രായേലിൽ തിരിച്ചെത്തുന്ന കാലം വിദൂരമല്ല. എന്താണിപ്പോൾ പെട്ടെന്നൊരു മഴ? ഒരു മേഘക്കീറ് പോലും ആകാശത്ത് കാണാതെ ഇതെങ്ങനെ? സർവശക്തൻ എന്തിന് ഊന്നാൻ ഒരു വടി? അത്യുന്നതൻ പ്രവർത്തിക്കുന്നു, അത്രമാത്രം. പക്ഷേ ഈ മഴ, ഇത് സ്വർഗത്തിന്റെ സന്തോഷമാണ്. നിന്റെ പ്രവർത്തനങ്ങൾ ഉന്നതത്തെ ആനന്ദിപ്പിച്ചിരിക്കുന്നു. എനിക്ക് സന്തോഷമായി. യഹോവ എന്റെ പ്രവർത്തനങ്ങൾ കാണുന്നുവല്ലോ. ഒന്നുകൂടി ചെയ്തു തീർത്താലേ ഉദ്ദേശിച്ച ലക്ഷ്യം പൂർണ്ണമാകൂ. യൂദാദേശത്തെ സർവ്വവിഗ്രഹങ്ങളും തച്ചുടയ്ക്കണം. ഇനി മുതൽ ദൈവജനത്തിന് മധ്യേ വിഗ്രഹാരാധന ഉണ്ടാകരുത്. തീർച്ചയായും നീ അതുതന്നെ ചെയ്യണം. ജനം മുഴുവൻ ദുഷിച്ചു വഷളായിരിക്കുന്നു. ആകാശഗോളങ്ങളെ ആരാധിക്കുകയും പുത്രീപുത്രന്മാരെ ദഹനബലിയായി അർപ്പിക്കുകയും ശകുനം നോക്കുകയും മന്ത്രവാദം നടത്തുകയും ചെയ്യുന്നവരുടെ സംഖ്യ ഏറി വരുന്നു. എല്ലാറ്റിനും കാരണം ആ ഓട്ടുവിഗ്രഹമാണ്. എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? സർപ്പദംശനമേറ്റവരുടെ രക്ഷയ്ക്കായി മഹാനായ പ്രവാചകൻ മോശയുടെ കാലത്തുണ്ടാക്കിയ പിച്ചള സർപ്പം, അതിന്റെ ചുവട് പിടിച്ചാണ് ഇസ്രായേലിൽ മറ്റു വിഗ്രഹങ്ങൾ ഉയർന്നു വന്നത്. അതിനാൽ ആദ്യം നശിപ്പിക്കേണ്ടത് ആ വിഗ്രഹമാണ്. ഹെസേക്കിയ, അവിവേകമരുത്. നിന്റെ വാക്കുകൾ അഹങ്കാരജടിലമാകുന്നു. എന്താണ് എനിക്ക് തെറ്റുപറ്റിയത്? അങ്ങെന്താണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്? ഹോർമൻ മലയുടെ മുകളിൽ ദൈവം ഉയർത്തിയ വിശുദ്ധ പ്രതീകമാണ് പിച്ചള സർപ്പം. അതുമാത്രം നീ തുടരുത്. പക്ഷേ പ്രഭു, മോശയുണ്ടാക്കിയ വിഗ്രഹമല്ലേ അത്? യഹോവയുടെ സ്ഥാനത്ത് ജനം അതിനെ പൂജിച്ചാലോ? നീ എന്തറിയുന്നു? യഹോവ നൽകിയ രക്ഷയുടെ അടയാളമാണത്. ജലപ്രളയത്തിനൊടുവിൽ ഉയർത്തിയ മഴവില്ല് പോലെ വരാനിരിക്കുന്ന അനേക കോടി ജനപദങ്ങൾക്കുള്ള അടയാളമാണത്. പക്ഷേ യഹോവയെ മറന്ന് ഇസ്രായേൽ ഈ വിഗ്രഹത്തിന്റെ പുറകെ പോയാലോ? ഇല്ല, ഇത് തകർക്കപ്പെടാതെ യഹോവയുടെ ജനം നന്നാകില്ല. നാശമായിരിക്കും നിനക്കത്. അത്യുന്നതന്റെ ഹിതത്തിനെതിരെ പ്രവർത്തിച്ചാലുണ്ടാകുന്ന ദുരിതം നിനക്കറിയാവുന്നതാണ്. രാജ്യം അക്രമികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടും. അനിഷ്ടങ്ങൾ പെരുകും. ദൈവകോപത്തിനിരയായ നിന്റെ പിതാവ് ആകാശിനെ മറക്കരുത്. യോവാബ് സുരക്ഷിതനായിരിക്കുന്നു എന്നറിയിക്കാനായിരുന്നു ഞാൻ വന്നത്. അത് നിന്നെ ഞാൻ അറിയിച്ചു. ഇപ്പോൾ ഞാൻ പോകുന്നു. പക്ഷേ ഞാൻ തിരിച്ചു വരും.
യൂദാ രാജാവ് വിജാതീയ രാജ്യങ്ങളുടെ ദാസ്യത്തിലാകുന്നത് എനിക്ക് കാണാൻ ഇടവരരുത്. ഓർത്തോ, വിശുദ്ധർക്ക് വഴുതി വീഴാൻ ന്യൂനതകൾ അധികം ആവശ്യമില്ല. പിച്ചള സർപ്പം ഹെസക്കിയായുടെ വീഴ്ചയ്ക്ക് കാരണമാകരുത്. മഹാരാജാവേ, ഇതാ അങ്ങയുടെ ദാസൻ യോവാബ്. യഹോവ വാഴ്ത്തപ്പെടട്ടെ. യഹോവ നീതിമാനാണ് പ്രഭു. അങ്ങയെ ഓർത്ത് പ്രവാചകനിലൂടെ അവിടുന്ന് എന്നെ രക്ഷിച്ചു. നിന്നെ പ്രതി നാം ഒത്തിരി വേദനിച്ചു. എല്ലാം നന്നായി കഴിഞ്ഞല്ലോ. പക്ഷേ ഇപ്പോൾ അതല്ല പ്രശ്നം. പ്രവാചകൻ കോപിഷ്ഠനായാണ് പോയത്. എന്തുപറ്റി? ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു. പിച്ചള സർപ്പം ഉൾപ്പെടെയുള്ള എല്ലാ വിഗ്രഹങ്ങളും തകർക്കണമെന്ന് പറഞ്ഞത് പ്രവാചകന് ഇഷ്ടമായിട്ടില്ല. എന്തേ ഇപ്പോൾ ഇങ്ങനെ ഒരു മനംമാറ്റം? പ്രവാചകൻ തന്നെയല്ലേ വിഗ്രഹങ്ങൾക്കെതിരെയും അക്ഷേര പ്രതിഷ്ഠകൾക്കെതിരെയും ജനങ്ങളെ പഠിപ്പിക്കുന്നത്? പ്രശ്നം നെഹുഷ്താനാണ്. വലിയ പ്രവാചകൻ നിർമ്മിച്ച ഓട്ട് വിഗ്രഹം. അതെന്ത്? മറ്റു വിഗ്രഹങ്ങളിൽ നിന്ന് ഇതിനെന്താണ് ഒരു ശ്രേഷ്ഠത? ഇത് എക്കാലത്തേക്കും ഉയർത്തപ്പെട്ട രക്ഷയുടെ അടയാളമാണെന്നാണ് പ്രവാചകൻ പറയുന്നത്. എക്കാലത്തേക്കുമുള്ള രക്ഷയോ? എന്തേ അങ്ങയുടെ ദാസൻ ഇതൊന്നും മനസ്സിലാകുന്നില്ല? എങ്കിലും ഒന്ന് തീർച്ചയാണ്, ഇസ്രായേൽ ജനം ഇതിനെ കാണുന്നത് പ്രതീകമായല്ല, ബലിപീഠത്തിന് മുകളിൽ സ്ഥാപിച്ച് അവർ ഇതിന് ധൂപമർപ്പിച്ച് ആരാധിക്കുകയാണ്. ദേശം മുഴുവൻ ഈ വിഗ്രഹത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങ് ആഗ്രഹിക്കുന്ന ശുദ്ധീകരണം പൂർണ്ണമാകണമെങ്കിൽ ഇത് നശിപ്പിച്ചേ തീരൂ. പക്ഷേ പ്രവാചകൻ ഇതിനെതിരെ താക്കീത് തന്നിട്ടാണ് പോയിരിക്കുന്നത്. അതൊരു പക്ഷേ പെട്ടെന്നുള്ള രോഷം കൊണ്ട് പറഞ്ഞു പോയതാവാം. ഏതായാലും നാഥാൻ പ്രവാചകനെ നമുക്കൊന്ന് കാണണം. ഇസ്രായേൽ ജനങ്ങളെ, യൂദയ നിവാസികളെ ശ്രദ്ധിക്കുവിൻ. മഹാനായ അസീറിയ രാജാവിന്റെ വാക്കുകൾ ശ്രവിക്കുവിൻ. ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. എന്റെ കയ്യിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിവില്ല. കർത്താവ് നിങ്ങളെ രക്ഷിക്കുമെന്ന് അവൻ പറയുന്നെങ്കിൽ ആ കർത്താവിന്റെ പൂജാഗിരികളും ബലിപീഠങ്ങളുമല്ലേ അവൻ തകർത്തു കളഞ്ഞത്? അതിനാൽ അവനെ വിശ്വസിക്കരുത്. നിങ്ങൾ സഖ്യം ചെയ്ത് എന്നോട് ചേരുവിൻ. അപ്പോൾ നിങ്ങളെ ഞാൻ ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോപ്പുകളും തേനുമുള്ള ഒരു നാട്ടിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ മരിക്കുകയില്ല, ജീവിക്കും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ സൈന്യത്തിന് എന്തു പറ്റി? നമ്മുടെ ശതാധിപന്മാരവിടെ? സെന്നക്കരിബിന്റെ സൈന്യം നമ്മുടെ ദേശത്ത് പ്രവേശിച്ചിരിക്കുന്നു. ദാ കേട്ടില്ലേ? അവർ പിടിപ്പാടകൾ എത്തിയിരിക്കുന്നു. അനുവദിക്കരുത്. ദൈവജനത്തിൽ ഒരുവന്റെ പോലും ശരീരത്തിൽ ഒരു തരി മണ്ണിടാൻ നാം അവനെ അനുവദിക്കുകയില്ല. കോട്ടയുടെ വടക്കേ തലക്കൽ ചെന്ന് സുശക്തമായി നിലയുറപ്പിക്കുവിൻ. യൂദാ കോട്ടയ്ക്കും ഇതേ. അസറിയ രാജാവിന്റെ ഒരു ഈച്ച പോലും പറക്കരുത്. പ്രഭു, ജെറുസലേമിൽ അലക്കുകാരന്റെ വയറിലേക്കുള്ള പെരുവഴിയിലൂടെ മുകൾ ഭാഗത്തെ കുളത്തിലേക്കുള്ള ചാലിനരികെ സെന്നാകരീബിന്റെ സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്നു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ അങ്ങയുടെ ശതാധിപന്മാർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതിനിടെ അവരുടെ സൈന്യാധിപൻ റബ്ഷേക്ക അങ്ങേക്കെതിരെ ആരോപണങ്ങൾ ചൊരിഞ്ഞ് അങ്ങയുടെ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങയെ കാണുവാനായി അയാൾ കോട്ടയിലേക്ക് പ്രവേശിക്കുവാൻ പരിശ്രമിക്കുന്നുമുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? ഇസ്രായേലിന്റെ സൈന്യം എന്തിനാണ് പിന്നെ ഈ വാർത്ത നമ്മെ അറിയിക്കുവാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? കടന്നു പോകണം, കടന്നു പോകണം നമ്മുടെ മുന്നിൽ നിന്ന്. കോട്ടയുടെ വാതിലുകൾ ശക്തമാക്കുവിൻ. താമസിച്ചു പോയി ഹെസക്കിയ, വളരെ താമസിച്ചു പോയി. നീ എങ്ങനെ ഇവിടെ? യൂദാ രാജാവ് ഭയപ്പെട്ടു പോയോ? അസീറിയ രാജാവിന്റെ ദൂതനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ദൂതനെ ആക്രമിക്കുന്നത് രാജകീയ നീതിയല്ല. കൂടാതെ നിന്റെ ഭടന്മാർക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. തൊട്ടാൽ താഴെ കാത്തു നിൽക്കുന്ന സൈന്യം തിരമാല പോലെ അടിച്ചു കയറി നിന്റെ സർവ്വപ്രതാപവും ഒഴുക്കിക്കൊണ്ടുപോകും. പക്ഷേ നിനക്ക് തെറ്റിപ്പോയി രക്ഷേക്ക. ഇപ്പോൾ നിനക്ക് കോട്ടയിലെത്താൻ പറ്റി എന്നതിൽ നീ അഹങ്കരിക്കുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾ തോൽപ്പിച്ച സഫാർ, ഹെമ, ഹമത്ത്,
എന്നിവിടങ്ങളിലെ സൈന്യം പോലെയല്ല ഇസ്രായേൽ സൈന്യം. ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് മനുഷ്യക്കരങ്ങളല്ല, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. യഹോവ ഇസ്രായേൽ സൈന്യത്തിന്റെ ശക്തി. 2000 കുതിരകളെ ഞാൻ നിനക്ക് തരാം. അവയിൽ സവാരി ചെയ്യാൻ നിനക്ക് ആളെ കിട്ടുമോ? യഹോവ യുദ്ധം ചെയ്യുമ്പോഴും അസീറിയ രാജാവിന്റെ കൈകളിൽ നിന്ന് ഏതെങ്കിലും ദേവന്മാർ തങ്ങളുടെ ജനതകളെ രക്ഷിച്ചിട്ടുണ്ടോ? രക്ഷക, ആകാശഗോളങ്ങളുടെ അതിനാഥനെതിരെ പാഴ്വാക്കുകൾ ഉരിയാടിയാൽ നിനക്കത് അനുഭവിച്ച് തീർക്കേണ്ടി വരും. യഹോവ അവനെ അവന്റെ ഇരിപ്പിടത്തിൽ നിന്നും മറിച്ചിടും. അവനെ തൊട്ടാൽ ഈ യൂദയ കോട്ടയിൽ നിന്നും ശരീരത്തിൽ പ്രാണനുമായി സെന്നാകരീബിന്റെ പടത്തലവൻ തിരിച്ചു പോകാൻ യഹോവ സമ്മതിക്കില്ല. ആരാണ് നീ? അസീറിയ രാജാവിന്റെ സൈന്യത്തലവനെതിരെ തിരിഞ്ഞവരാരും ജീവിച്ചിരിപ്പില്ല. അറിയാം, കൂടെ ഒന്നുകൂടി അറിഞ്ഞു. ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിന്ദിച്ചവരാരും അധികം ജീവിച്ചിട്ടില്ല. ഒരു പരിശുദ്ധൻ? ഏത് പരിശുദ്ധനാണ് നിന്നെ രക്ഷിക്കാൻ പോകുന്നത്? അസീറിയ രാജാവിനെ ഭയപ്പെട്ടോ? ഇല്ലെങ്കിൽ നാശമായിരിക്കും, സർവനാശം. നിന്റെ ഭീഷണി വാക്കുകൾക്ക് പ്രവാചകനെ ചകിതനാക്കാൻ മാത്രം ശക്തി പോരാ. നീ പോയി നിന്റെ രാജാവെന്ന ആ ദുഷ്ടനോട് പറഞ്ഞേക്ക്, നിന്റെ ആലോചനകളും തീരുമാനങ്ങളും നിഷ്ഫലമാകുമെന്ന്. സർവശക്തനായ യഹോവയെ പരിഹസിച്ചതിനാൽ സ്വദേശത്ത് വെച്ച് സ്വപുത്രന്മാരാൽ തന്നെ വധിക്കപ്പെടും. കർത്താവിന്റെ അഭിഷിക്തനെതിരെ കരമുയർത്താൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? രാജദൂതൻ എന്ന നിലയിൽ നിന്നോട് ഞാൻ മര്യാദ കാണിച്ചു. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിന്നു പോകരുത്. നിന്നാൽ ഈ കൊട്ടാരവളപ്പിൽ നിന്നും നീ ഒരിക്കലും പുറത്തു പോവില്ല. ഉത്തരവ് പ്രഭു. ഇവനെ കൊണ്ടുപോയി കൊട്ടാരത്തിന്റെ വെളിയിൽ തള്ളു. ഞാൻ ഇനിയും വരും. കൂടുതൽ സൈന്യവുമായി ഞാൻ തിരിച്ചു വരും. അന്ന് ഈ അപമാനത്തിന് ഞാൻ പകരം ചോദിക്കും. യൂദയായിൽ അനിഷ്ടങ്ങൾ വർദ്ധിക്കുന്നു. അങ്ങ് ഉദ്ദേശിക്കുന്നത്? നീ ഇപ്പോൾ എന്തുദ്ദേശിച്ചോ അതുതന്നെ. പക്ഷേ പ്രഭു, ഇതെന്റെ തന്നെ തീരുമാനമല്ല. നാഥാൻ പ്രവാചകനും ലേവ്യ പുരോഹിതന്മാരുമെല്ലാം ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. കേൾക്കട്ടെ, പ്രവാചകൻ നാഥാൻ എന്തു പറയുന്നു? അങ്ങ് പറഞ്ഞത് ഞാൻ പ്രവാചകനെ അറിയിച്ചു. പിച്ചള സർപ്പം തകർക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായമെങ്കിലും അങ്ങ് അതിനെതിരാണെന്നറിയിച്ചപ്പോൾ ദൈവഹിതം ആരാഞ്ഞിട്ട് പറയാമെന്നായിരുന്നു മറുപടി. പക്ഷേ ഇത് വെളിപാടുകളിൽ നിന്നും വ്യക്തമാണ്. വാഗ്ദാന പേടകം ദൈവസാന്നിധ്യത്തിന്റെ അടയാളമായി നിലകൊള്ളുന്നത് പോലെ ജീവന്റെ പ്രതീകമായി നൽകപ്പെട്ട ഈ അടയാളവും കാലങ്ങളിലേക്ക് നിലനിൽക്കണം. പിച്ചള സർപ്പം താൽക്കാലികമായ ഒരു അടയാളമായിരുന്നില്ലേ? അല്ലെങ്കിൽ തന്നെ പ്രഭു, സൂര്യപ്രകാശത്തിന് മുന്നിൽ നമുക്കെന്തിനാണ് ഒരു മെഴുകുതിരി? പക്ഷേ ഇത് കൂരിരുട്ടിൽ കൊളുത്തപ്പെട്ട പ്രത്യാശയുടെ ദീപമാണ്. അകലങ്ങളിലേക്ക് പ്രഭ വിതറി സൂര്യൻ നിലകൊള്ളുന്നത് പോലെ ജീവന്റെ അടയാളമായ ഈ പ്രതീകവും എന്നേക്കും നിലനിൽക്കണം. അങ്ങയെ വാക്കുകളിൽ തോൽപ്പിക്കാൻ ഞാൻ ശക്തനല്ല. എങ്കിലും അത് നശിപ്പിക്കണമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. പ്രഭു, നാഥാൻ പ്രവാചകൻ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു. നാം ഉടൻ വരുന്നെന്ന് പ്രവാചകനെ അറിയിക്കും. എനിക്ക് വിട നൽകിയാലും. എന്റെ വാക്കുകൾ അവൻ ശ്രദ്ധിക്കുന്നേയില്ല. പാടില്ല. ഈ വിശുദ്ധ പ്രതീകത്തെ തകർക്കാൻ ഞാൻ അനുവദിക്കില്ല. സത്യം ഏകമാണ്. ആരൊക്കെ പറഞ്ഞാലും സത്യം ദൈവഹിതത്തിന് എതിരാകരുത്. എന്താണിത്? നീ 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 ആരാണ്? അഭിഷിക്തന്റെ വഴിമുടക്കാൻ നിനക്കെന്ത് അധികാരം? ഞാൻ റഫായേൽ, വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും വിശുദ്ധനായവന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധരിൽ ഒരുവൻ. അത്യുന്നതനായവൻ നിന്നോട് സംസാരിക്കാനായി എന്നെ നിന്റെ പക്കലേക്ക് അയച്ചിരിക്കുന്നു. നീ കാർമൽമലയുടെ മുകളിലേക്ക് പോവുക. അവിടെ വെച്ച് സൈന്യങ്ങളുടെ കർത്താവ് നിനക്ക് ദർശനം തരും.
പ്രഭു, ഇതാ കൽപ്പന തയ്യാറായിരിക്കുന്നു. നമ്മുടെ മനസ്സ് ശാന്തമല്ല. ദുഃഖവും നിരാശയും നമ്മെ കീഴടക്കുന്നു. എല്ലാ വിഗ്രഹങ്ങളും തകർത്ത് ഇസ്രായേലിനെ ശുദ്ധീകരിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. പക്ഷേ പ്രവാചകൻ പറയുന്നത് പോലെ എല്ലാം സംഭവിക്കുന്നു. പ്രഭു, ഈ കൽപ്പന വേണ്ട. പ്രവാചകന്റെ ശബ്ദം ദൈവഹിതത്തിനെതിരാകാൻ വഴിയില്ല. നാഥാൻ പ്രവാചകൻ പറഞ്ഞതും അതാണ്. ഷബ്ന, ഏശയ്യ പ്രവാചകനെ കുറിച്ച് നിനക്ക് എന്തറിയാം? പ്രവാചകൻ ദൈവത്തിന്റെ ശബ്ദമാണ്. അതിനാൽ നമുക്ക് ഈ കൽപ്പന വേണ്ട. ഇത് ദൈവഹിതമല്ല. അത് ദൈവതിരിഹിതം തന്നെയാണെങ്കിലോ ഇസ്രായേലിന്റെ വിശുദ്ധനായ രാജാവ് ഹെസാക്കിയാക്ക് നമോവാകം. ദൈവം തന്റെ ഭക്തരുടെ ചിത്തമറിഞ്ഞ് പ്രവർത്തിക്കുന്നു. യഹോവ നിന്റെ കൂടെയുണ്ട്. കൽപ്പന പുറപ്പെടുവിച്ചുകൊള്ളൂ. പക്ഷേ എങ്ങനെ? ദൈവദൂതന്റെ നിർദ്ദേശാനുസരണം ഞാൻ മലമുകളിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. പെട്ടെന്ന് എനിക്ക് ഒരു ദർശനമുണ്ടായി. എനിക്കത് വിവരിക്കാൻ കഴിയുന്നില്ല. മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ വന്ന് നിന്റെ ഹിതത്തിനെതിരെ നിൽക്കരുതേ എന്ന് എന്നോട് പറഞ്ഞു. കൽപ്പന വിളംബരം ചെയ്തുകൊള്ളൂ. കേൾക്കട്ടെ ഞാനത്. യൂദാ രാജാവായ ഹെസക്കിയായുടെ കൽപ്പന: നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ ദേശത്തുള്ള എല്ലാത്തരം വിഗ്രഹങ്ങളും പ്രതിമകളും അക്ഷേരാ പ്രതിഷ്ഠകളും തകർക്കപ്പെടണം. ഈ കൽപ്പനക്കെതിരായി എന്തെങ്കിലും ഉരിയാടുകയോ ശബ്ദമുയർത്തുകയോ ചെയ്യുന്നവൻ ആരു തന്നെയായാലും അവൻ വധിക്കപ്പെടും. ഹെസേക്കിയ, നീ അനുഗ്രഹീതനാണ്. ഇതാ ദൈവത്തിന്റെ സാക്ഷ്യം. പ്രഭു, സെന്നാകരീബ് വധിക്കപ്പെട്ടു. തന്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ ആരാധന നടത്തുമ്പോൾ അവന്റെ പുത്രനായ അദ്രാമലേക്ക് അവനെ വാളുകൊണ്ട് വധിച്ചിട്ട് അറാറത്തിന്റെ ദേശത്തെ ഓടി രക്ഷപ്പെട്ടു. ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. പോയി യൂദയാ ദേശം മുഴുവൻ ഈ വാർത്ത അറിയിക്കുവിൻ. ഷബ്ന, കൊട്ടാര നിവാസികളെല്ലാം ഈ സന്തോഷ വാർത്ത കേട്ട് ആഹ്ലാദിക്കട്ടെ. ഞാൻ ധന്യനായി പ്രഭു, ഞാൻ ധന്യനായി. യഹോവ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. പക്ഷേ നീ മറക്കരുത്, പിച്ചള സർപ്പം തകർക്കപ്പെട്ടാലും അത് കാലങ്ങൾക്കതീതമായ പ്രതീകമായി തന്നെ നിലനിൽക്കും. ദർശനത്തിൽ പ്രതീകത്തിന്റെ പൂർത്തീകരണമായി ഞാൻ ഒരുവനെ കണ്ടു. പീഡകളേറ്റു തകർന്നവൻ, കൊല്ലാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ ശാന്തനായ ഒരുവൻ. അടിച്ചവർക്ക് പുറവും താടിമീശകൾ പറിച്ചവർക്ക് കവിളുകളും അവൻ കാണിച്ചു കൊടുത്തു. മോശയുടെ അടയാളത്തെക്കുറിച്ച് ഞാൻ ആകുലനായപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അതെന്തായിരുന്നു? മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകാൻ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഏകദൈവമായവനെ, നീ തന്നെ സത്യദൈവം. നീ എന്നും വാഴ്ത്തപ്പെടട്ടെ. നിന്റെ രാജ്യം എന്നും നിലനിൽക്കട്ടെ.